ഓക്കെ, നെക്സ്റ്റ് ബേസിക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വരുമ്പോഴുള്ള സൈനിൻ്റെ എങ്ങനെയാണെന്ന് നോക്കാം. 5 × 3, 5ഉം പോസിറ്റീവാണ്, 3ഉം പോസിറ്റീവാണ്. 5 × 3 15. റിസൾട്ട് എന്താണ്? പോസിറ്റീവാണ്. -5 × -5, രണ്ടും നെഗറ്റീവാണ് അല്ലേ? രണ്ട് നമ്പേഴ്സും നെഗറ്റീവാണ്. അപ്പം നെഗറ്റീവിൻ്റെ കേസിൽ മൾട്ടിപ്ലൈ ചെയ്യുക, റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആയിരിക്കും. 25 പോസിറ്റീവ്. ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും വരികയാണ്. എങ്ങനെയാവും? അപ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും വന്നിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. രണ്ടും ഒരേപോലെയുള്ള സൈൻസ് ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും? പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും റിസൾട്ട്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഡിവിഷൻ നോക്കാം. ഡിവിഷൻ്റെ കേസിൽ ഇപ്പോൾ 10/2, 10 എന്താണ്? പോസിറ്റീവ് നമ്പറാണ് അല്ലേ? 2 എന്താണ്? പോസിറ്റീവ് നമ്പറാണ്. അപ്പോൾ 10/2 എന്തായി? 5. ദാറ്റ്സ് എ പോസിറ്റീവ് നമ്പർ. ഇനി നോക്കൂ, രണ്ടും നെഗറ്റീവ് വരുന്ന കേസ് നോക്കൂ. നെഗറ്റീവ് -4 by -2, രണ്ടും നെഗറ്റീവായി. നെഗറ്റീവ് നെഗറ്റീവ് ക്യാൻസൽ ആവും. അങ്ങനെ നമുക്ക് റിസൾട്ട് എന്താണ്? പോസിറ്റീവാണ്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ്. അതിപ്പോൾ നെഗറ്റീവ് ന്യൂമറേറ്റർ ആണെങ്കിലും ഡിനോമിനേറ്റർ ആണെങ്കിലും പ്രശ്നമില്ല. എന്താണ്? ആൻസർ നെഗറ്റീവ് തന്നെ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഇതിൽ നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു 3 പ്രോബ്ലംസ് നമുക്ക് ഇതിൻ്റെ എന്താണ് സൈൻ ഒന്ന് കൃത്യമായിട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 3 പ്രോബ്ലംസ് നമുക്ക് നോക്കാം. -5/2. ഓക്കെ, ഇതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി നിങ്ങളൊന്ന് ആൻസർ കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇതെല്ലാം ചെക്ക് ചെയ്തു. ഇതിൻ്റെ എല്ലാ എക്സാമ്പിൾസും നമ്മൾ ചെക്ക് ചെയ്തു.